Modi ji is great. He has brought golden age of India back in front of us, and this is the historical moment for us to cherish. അമേരിക്കയിലുള്ള ഗുജറാത്തികൾ കാത്തിരുന്ന ആ സുവർണ അവസരം സമാഗതമായിരിക്കുകയാണ്. അമേരിക്കയിൽ കിടന്ന് മോദി മോദി വിളിച്ച അവരെ മോദിയുടെ രാമരാജ്യത്ത് വന്ന് അമൃതകാലം ആസ്വദിച്ച് മോദി മോദി വിളിക്കാൻ ട്രംപ് കയറ്റിവിട്ടിരിക്കുകയാണ്. മോദി വിശ്വഗുരുവാണ് എന്ന് തെളിയിക്കുന്ന യഥാർത്ഥ തെളിവാണ് ഇതെന്ന് പറയാതെ വയ്യ. ആദ്യഘട്ടമായി ഐഡന്റിഫൈ ചെയ്ത 18,000 ഇന്ത്യൻ വംശജരായ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ആദ്യ ഘടുവാണ് ട്രംപ് മോദിക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നത്. അതിലെ ഏറ്റവും നാണംകെട്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ അമേരിക്കൻ മിലിറ്ററിയുടെ C-17 മിലിറ്ററി ഫ്ലൈറ്റിലാണ് ഇവരെ ഇന്ത്യയിലേക്ക് കെട്ടുകെട്ടിച്ചത് എന്നുള്ളതാണ്. കുറ്റവാളികളെ പോലെ കൈവിലങ്ങുകൾ അണിയിച്ച് AK-47 ഏന്തിയ പട്ടാളക്കാരുടെ അകമ്പടിയോടെയാണ് ഇവരെ ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റി അയച്ചത്. കുഞ്ഞൻ രാജ്യങ്ങളായ കൊളംബിയയും വെനസ്വേലയും വരെ ട്രംപ് മിലിറ്ററി ഫ്ലൈറ്റിൽ കുറ്റവാളികളെ പോലെ കൈവിലങ്ങുകൾ അണിയിച്ച് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചപ്പോൾ അവർ ആ മിലിറ്ററി ഫ്ലൈറ്റിന് അവരുടെ രാജ്യത്ത് ഇറങ്ങാനുള്ള അനുമതി നൽകിയില്ല. ഇങ്ങനെ കുറ്റവാളികളെ പോലെ പാവപ്പെട്ട ആളുകളെ കൈവിലങ്ങണിയിച്ച് മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റി അയക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും അത് ഒരു തരത്തിലും സമ്മതിക്കുകയില്ല എന്നുമാണ് അവർ പറഞ്ഞത്. അങ്ങനെ ട്രംപിന്റെ മുന്നിൽ ചങ്കൂറ്റത്തോടെ ഇത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഈ ചെറിയ രാജ്യങ്ങളായ കൊളംബിയയും വെനസ്വേലയും വരെ ധൈര്യം കാണിച്ചപ്പോൾ വിശ്വഗുരു ഒരു വാക്കും മറുത്തു പറയാതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ട്രംപ് താരിഫ് ഏർപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ രാജ്യങ്ങൾ സമ്മതിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നാലും ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോടെ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞ് ആദ്യം ഇങ്ങനെ വന്ന മിലിറ്ററി ഫ്ലൈറ്റുകളെ അവിടെ ലാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ അവർ തിരിച്ചുവിട്ടിരുന്നു എന്നോർക്കണം. ആ സ്ഥാനത്താണ് ലോകം മൊത്തം ബഹുമാനിക്കുകയാണ്. മോദി എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ അടുത്ത സുഹൃത്താണ്, മോദിയുടെ പേരിൽ ലോകമെങ്ങും പെരുമ്പറ മുഴക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്കാരായ ഈ അനധികൃത കുടിയേറ്റക്കാരെ കുറ്റവാളികളെ പോലെ കൈവിലങ്ങണിയിച്ച് മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റിവിട്ടത്. ആദ്യപടിയായി 205 പേരെയാണ് ഈ C-17 യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചത്. വലിയ മിടുക്കനും ശക്തനുമായ വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കയുടെ ഈ നടപടിയെ ഒന്ന് അപലപിക്കാനോ ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ കുറ്റവാളികളെ പോലെ കയറ്റിവിടുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുവാനോ ധൈര്യപ്പെട്ടില്ല. അപ്പോൾ തന്നെ ഇവരുടെയൊക്കെ മിടുക്കും ശക്തിയും എത്രയാണെന്ന് വ്യക്തമായല്ലോ. ഹൗഡി മോഡി നടത്തിയ ടെക്സാസിൽ നിന്നാണ് ഈ ആദ്യ ബാച്ചിനെ കയറ്റിവിട്ടത് എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. വെറും ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഇത്ര ആളുകൾക്ക് 24 മണിക്കൂർ സഞ്ചരിക്കാനുള്ള ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ ഉള്ളത്. ഗുജറാത്ത് സമാചാർ എന്ന ഈ പത്രത്തിലെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറിൽ 10 ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് ഇല്ലീഗലായി കടക്കാൻ ശ്രമിക്കുന്നത്. അതിൽ പകുതി പേരും ഗുജറാത്തികളാണ് എന്നാണ്. അപ്പോൾ തന്നെ ഉറപ്പിക്കാമല്ലോ ഇതിൽ ബഹുഭൂരിപക്ഷവും ഗുജറാത്തികളാണ് എന്നുള്ളത്. അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് മോദിയുടെ മുതലാളി അദാനിയുടെ NDTVയിൽ വന്ന വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ മിലിറ്ററി വിമാനം ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു എന്നാണ്. ഇങ്ങനെ മിലിറ്ററി ഫ്ലൈറ്റിൽ ഇവരെ കയറ്റി അയക്കുന്നതിന് ഓരോ വ്യക്തിക്കും ഏകദേശം 20 ലക്ഷം രൂപയാണ് അമേരിക്കയ്ക്ക് ചെലവാകുന്നത്. ഇവിടെ വീണ ജെയിൻ കളിയാക്കി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തിരിച്ചു വരുന്നവരെ മോദിയുടെ രാമരാജ്യങ്ങളായ ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമാണ് പാർപ്പിക്കേണ്ടത്. കാരണം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും ലോകോത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളത് എന്നാണ്. ഇവിടെ വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഇനാഗ്രേഷന് പോയ വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത്? ഇവരെ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ കൈവിലങ്ങുകൾ അണിയിച്ച് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ കയറ്റിവിടാതെ നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടുവരാമായിരുന്നില്ലേ എന്നുമാണ്. പത്രപ്രവർത്തകയായ സ്വാതി ചതുർവേദി പറഞ്ഞത് അമേരിക്ക പിടിച്ച ഒരു പ്ലെയിനിലോട് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ അധികം താമസിക്കാതെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യും. അനാശ്ചര്യകരം എന്ന് പറയട്ടെ, ഇതിൽ ഭൂരിഭാഗവും ഒരു സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ്. ഓർക്കണം, മോദി അമേരിക്കയിൽ ചെന്ന് ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം വരെ നടത്തിയ ആളാണ്. അതുപോലെ ഗുജറാത്തിൽ ട്രംപിനെ കൊണ്ടുവന്ന് ചേരികളൊന്നും കാണാതിരിക്കാൻ പടുതാ കൊണ്ട് മറച്ച് നമസ്തേ ട്രംപ് നടത്തി വലിയ രീതിയിൽ ട്രംപിനെ ആദരിച്ചതുമാണ്. അതുപോലെ സ്വാമിമാർ ഉൾപ്പെടെയുള്ള മോദിയുടെ വളരെയേറെ മന്ദഭക്തർ ട്രംപിന് വേണ്ടി പൂജകളും അർച്ചനകളും തുടങ്ങി നടത്താത്ത വഴിപാടുകളില്ല. അങ്ങനെയുള്ള ട്രംപാണ് രാജ്യത്തെ മൊത്തം നാണം കെടുത്തിക്കൊണ്ട് കൈവലങ്ങുകൾ അണിയിച്ച് കുറ്റവാളികളെ പോലെ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയത്.
എന്നിരുന്നാലും ഇവർക്ക് ഇനി അമേരിക്കയിൽ കിടന്ന് മോദി മോദി വിളിക്കാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മോദി മോദി വിളിക്കുകയും മോദിയുടെ രാമരാജ്യത്തിലെ അമൃതകാലം ജീവിതകാലം മൊത്തം ആസ്വദിക്കുകയും ചെയ്യാം. അതുപോലെ അമേരിക്കയിലേക്ക് ഇല്ലീഗലായി കടക്കാൻ വേണ്ടി മനുഷ്യക്കടത്തുകാർക്ക് നൽകിയ 40-50 ലക്ഷം രൂപയുടെ വലിയ കടം ഇവരുടെ ജീവിതം നരകമാക്കും എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ കുറ്റവാളികളെ പോലെ കൈവിലങ്ങണിയിച്ച് യുദ്ധവിമാനത്തിൽ ഇന്ത്യക്കാരെ കയറ്റിവിട്ടത് മോദിയുടെ കഴിവില്ലായ്മയും നട്ടലില്ലായ്മയുമാണെന്ന് പറയാതെ വയ്യ. മോദിയുടെ കിരീടത്തിലെ മറ്റൊരു പൊന്തൂവിലാണ് ഇത്. ഇനിയെങ്കിലും ആ വിശ്വഗുരുവിൽ നിന്ന് അല്പം കുറയ്ക്കാൻ പറ്റുമോ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മന്ദഭക്തരെ?